നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനി ഇഷ്ടാനുസരണമാകാം. കോവിഡിൽ ആകെ പെട്ടിരിക്കുകയായിരുന്ന പ്രവാസികൾക്ക് ആശ്വാസം എന്നോളമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിയന്ത്രണ ഇളവുകൾ പ്രഖ്യാപിച്ചത്. പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നിടത്താണ് ഇപ്പോൾ യാത്രാ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടെ ഇളവുകൾ പ്രഖ്യാപിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കൽ ഉൾപ്പെടെ ഇപ്പോഴും പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം തിരുത്തിക്കുറിച്ച് 2 വർഷത്തിനൊടുവിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമല്ലാതാക്കിയിരിക്കുകയാണ് ബഹ്റൈൻ. ഔട്ട്ഡോറിലും ഇൻഡോറിലും ഇനി മാസ്ക് ധരിക്കൽ ഇഷ്ടാനുസരണമാകാം. അതായത് താല്പര്യമുള്ളവർക്ക് ഇനി മുതൽ മാസ്ക് ധരിച്ചാൽ മതി. ഏറെ പ്രധാനമായി കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ ഏർപ്പെടുത്തിയ പ്രതിരോധ മാർഗമാണ് ഇപ്പോൾ നിർബന്ധമല്ലാതാക്കിയിരിക്കുന്നത്. കോവിഡ് കേസുകൾ കുറഞ്ഞതിനാലാകാം ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത്. കോവിഡ് പ്രതിരോധത്തിനുള്ള ദേശീയ മെഡിക്കൽ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. തീരുമാനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാസ്ക് വേണമെങ്കിൽ ധരിക്കാം, ഇല്ലെങ്കിലും നോ പ്രോബ്ലം. അതേസമയം കോവിഡ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ നടപ്പാക്കിയിരുന്ന ട്രാഫിക് ലൈറ്റ് സംവിധാനം ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഭാവിയിൽ വേണ്ടി വന്നാൽ ഇത് വീണ്ടും നടപ്പാക്കുമെന്നും മെഡിക്കൽ സമിതി അറിയിച്ചിട്ടുണ്ട്. നിലവിലെ കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാസ്ക് ധരിക്കൽ നിർബന്ധമല്ലാതാക്കിയെങ്കിലും പ്രായമായവരെയും വിട്ടുമാറാത്ത രോഗമുള്ളവരെയും സന്ദർശിക്കുമ്പോൾ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമെന്നാണ് മെഡിക്കൽ സമിതി അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം ഇതുവരെ സ്വീകരിച്ച കോവിഡ് പ്രതിരോധ നടപടികൾ ഫലപ്രദമാണെന്നും സമിതി വിലയിരുത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷം ജൂലൈ 1-നാണ് ബഹ്റൈനിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിന് ട്രാഫിക് ലൈറ്റ് മാതൃകയിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് TPR അടിസ്ഥാനമാക്കി റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ വിഭാഗങ്ങളായി തിരിച്ചാണ് തുടക്കത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയത്. പിന്നീട് ICUവിൽ കഴിയുന്ന രോഗികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാക്കി ഇത് മാറ്റുകയായിരുന്നു. എന്തായാലും പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസമുളവാക്കുന്ന ഒരു വാർത്തയാണ് ബഹ്റൈനിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.